മറ്റൊരു വാക്കാണ് സിഗ്മ മെയിൽ. പിന്നീട് ആവിർഭവിച്ച ഒരു വാക്കാണ് സിഗ്മ മെയിൽ. പിന്നീട് ആവിർഭവിച്ചതുമല്ല, അതിന് ഇങ്ങനെ ഒരു അർത്ഥം കൽപ്പിക്കുകയാണ്. ആൽഫ മെയിലിനേക്കാളേറെ നിഗൂഢനാണ് ഇയാൾ. ഈ സിഗ്മ മെയിൽ കുറച്ച് പരുഷനായ പുരുഷനാണ്. ആൽഫ മെയിലിനെ പോലെ ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണയൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഒരു ഒറ്റയാനായി ജീവിച്ച് അതേപോലെ കരുത്തനാണെന്നും അതേപോലെ തന്നെ സ്ത്രീകളെ കീഴടക്കുന്നവനാണെന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന ആളാണ് സിഗ്മ മെയിൽ. സൈക്കോളജിസ്റ്റുകളുടെയും സോഷ്യോളജിസ്റ്റുകളുടെയും അഭിപ്രായത്തിൽ ഒരുപാട് അരക്ഷിതാബോധം ഉള്ളിൽ തോന്നുന്ന ആളുകളാണ് ഇങ്ങനെ വേഷമണിഞ്ഞ് ഇത്തരം സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇത്തരം ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ഇല്ല. പലതരം പേഴ്സണാലിറ്റി ടൈപ്പുകൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ടെങ്കിലും ഇതൊരു കപടശാസ്ത്രമാണെന്നും യാതൊരുവിധ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത തരംതിരിവാണിത് എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം. സ്വതവേ തൊഴിൽ മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അധിഷ്ഠിത തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളുടെ തള്ളിക്കയറ്റം വന്നപ്പോൾ ഈ മേഖലകളിൽ നിന്നൊക്കെ പുറത്തായ പുരുഷന്മാരെയാണ് ഇക്കാര്യങ്ങളൊക്കെ കൂടുതൽ ആകർഷിച്ചത്. വൈകാരികമായി ദുർബലരായവർ ഇത്തരം ആൻഡ്രൂ ടൈറ്റിനെ പോലെയുള്ള ആളുകളുടെ അനുയായികളായി മാറി. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ലോകത്ത് മൊത്തം അങ്ങനെ തന്നെയാണ്. തങ്ങൾ വിലസിയിരുന്നിടത്തേക്ക് മറ്റു ചില ആളുകൾ കയറി വരുമ്പോൾ ആ കയറി വരുന്ന ആളുകളെ നേരിട്ട് എതിർക്കാൻ കഴിയാതെ അവർക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുക എന്നുള്ളത് എല്ലായിടത്തും കാണാവുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയാണ് ഈ ടോക്സിക് മാസ്കുലിനിറ്റി അഥവാ മാനോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഈ സങ്കല്പങ്ങൾ ഉടലെടുത്തത്.